ഒപ്പം ഇപ്പോൾ ശ്രീ നവാസ് ചേരുകയാണ്. ശ്രീ നവാസ്, സ്കൂളുകളിലെ സൂംബ ഡാൻസിനെതിരെ ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, ടി കെ അഷ്റഫിന്റെ പോസ്റ്റ് താങ്കളും കണ്ടു കാണുമല്ലോ. സ്കൂളുകളിൽ കുട്ടികളിലെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ, അവർ ലഹരി പോലെയുള്ള രീതികളിലേക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഉന്മാദത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ്, അവരുടെ എനർജി റിലീസിംഗ് എന്ന രീതിയിലാണ് സൂംബ ലോകമെമ്പാടും അഭ്യസിക്കുന്നത്. അതല്ലാതെ ഒരു അല്പവസ്ത്രത്തിലുള്ള ഒരു നൃത്തരൂപമായിട്ടൊന്നുമല്ല സൂംബയെ ആരും കാണുന്നത്. പക്ഷേ ഇവിടെ അദ്ദേഹം എടുക്കുന്ന നിലപാട് അത് മുസ്ലിം സമുദായത്തിന് തന്നെ ഒരു നാണക്കേടുണ്ടാക്കുന്ന ഒരു സമീപനമല്ലേ ഈ പുരോഗമന കാലം എന്ന് നമ്മൾ അവകാശപ്പെടുന്ന ഈ കാലത്ത് സംസാരിക്കുമ്പോൾ? ശ്രീ നവാസ്, ക്യാമ്പസുകളെ പിടിമുറുക്കുന്നു എന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിൽ കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകണമെന്ന് ഗവൺമെന്റുകളോട് നമ്മൾ ആവശ്യപ്പെടുകയും ചെയ്തതാണ്. നേരത്തെ തന്നെ ഈ അക്കാഡമിക് ഇയർ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്, ക്രിയാത്മകമായ ഇടപെടൽ ഉണ്ടാകണമെന്ന് സർക്കാരോട് ആവശ്യപ്പെട്ടു. പക്ഷേ ഇപ്പോൾ സൂംബ നൃത്തമാണ് അതിന് പരിഹാരമായി സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം. ഞങ്ങൾക്കിപ്പോഴും മനസ്സിലാവാത്തത്, സൂംബ ഇതിന് പരിഹാരമാണ് എന്ന് ഏത് പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഇതിനു വേണ്ടി നേതൃത്വം കൊടുക്കുന്നത് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ അവർക്കൊരു റിലീഫ്, ഒരു മാനസിക ഉല്ലാസത്തിന് വേണ്ടിയാണ് എന്നൊരു വാദമാണ് സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോ നമുക്കറിയാം, കായിക അധ്യാപകരെ നിയമിക്കാത്തതിന്റെ പേരിൽ വലിയ സമരം നടന്നുകൊണ്ടിരിക്കുന്നു കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ. കായിക അധ്യാപകരെ നിയമിക്കാൻ പോലും കഴിയാത്ത പ്രയാസം നേരിട്ടുകൊണ്ട് സമരം നടക്കുന്ന ഒരു ശരി, അതൊരു ഭാഗത്ത്. ശ്രീ പി കെ നവാസ്, ഒറ്റ കാര്യം താങ്കൾ നേരിട്ടുള്ളൊരു മറുപടി പറഞ്ഞാൽ മതി. താങ്കൾ യൂത്ത് ലീഗിൽ പ്രവർത്തിക്കുന്ന, യൂത്ത് ലീഗിന്റെ ഭാരവാഹിയായിരിക്കുന്ന പുരോഗമന ചിന്താഗതിയുള്ള ഒരു ചെറുപ്പക്കാരനെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് താങ്കളെ കുറിച്ച്, താങ്കളുടെ പ്രതികരണങ്ങളിൽ നിന്ന്. സൂംബ ഡാൻസ് സംസ്കാരത്തിന് ചേർന്നതാണോ അല്ലയോ? ഡാൻസ് സംസ്കാരത്തിന് ചേർന്നതല്ല എന്ന വാദം ഞങ്ങൾ ഇവിടെയും പറഞ്ഞിട്ടില്ല. അത് സംസ്കാരത്തിന്, സൂംബ ഡാൻസ് ഇപ്പം നിങ്ങളുടെ സംസാരത്തിൽ തന്നെ അല്പവസ്ത്രധാരിയായി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സൂംബ ഡാൻസ് എന്താ മുഴുവൻ വസ്ത്രം ധരിക്കുന്നവർക്ക് ചെയ്യാൻ കഴിയില്ലേ? അതാണ് പി കെ അഷ്റഫിനോടാണ് ചോദിക്കേണ്ടത്. അത് പി കെ അഷ്റഫിന്, അതാണ് പി കെ നവാസിന് മനസ്സിലായ കാര്യം ടി കെ അഷ്റഫിന് മനസ്സിലായിട്ടില്ല. അദ്ദേഹം കണ്ട വീഡിയോ ഏതോ അല്പവസ്ത്രം ധരിച്ചുകൊണ്ടുള്ള വീഡിയോയാണ്. സൂംബ ഡാൻസ് എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഈ കോട്ടും പാൻസും ഒക്കെ ഇട്ട് ഇവിടെ നിന്ന് ചെയ്യാം, നവാസ് ഇട്ടിരിക്കുന്ന ജീൻസും ടീഷർട്ടും ആണെങ്കിൽ അതിട്ടും ചെയ്യാം. അല്ലാതെ വസ്ത്രം എന്ന് പറയുന്നത് അതിലൊരു മാനദണ്ഡമല്ല. അത് ഒരു സ്ട്രെസ് റിലീഫായി, അതിപ്പോൾ നിങ്ങൾ ജിമ്മിൽ പോകുന്നവരാണെങ്കിൽ അവിടെയും ഈ സൂംബ ക്ലബ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാം. അല്ലാതെ നിങ്ങൾക്ക് ഒരു ശരീര വ്യായാമം എന്ന രീതിയിൽ ചെയ്യാം. അങ്ങനെ പലതരത്തിൽ നിങ്ങളുടെ മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടെങ്കിൽ അത് ലഘൂകരിക്കാനൊക്കെ സൂംബ ലോകമെമ്പാടും അഭ്യസിക്കുന്നുണ്ട്. അതൊരു അല്പവസ്ത്രം ധരിച്ചുകൊണ്ടുള്ള ഒരു നൃത്തമാണ് എന്ന ഒരു ചിത്രീകരണം കൊണ്ടുവരികയാണ്. അത് സമുദായത്തെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. അതൊക്കെ ശരിയാണോ? പി കെ നവാസിനെ നമുക്ക് വീണ്ടും വിളിക്കാം. സൂംബ ഡാൻസ് സംസ്കാരത്തിന് ചേർന്നതല്ല എന്ന ടി കെ അഷ്റഫിന്റെ അഭിപ്രായത്തോടെ എന്തായാലും യൂത്ത് ലീഗ് ചേർന്ന് പോകുന്നില്ല എന്നത് ഇപ്പോൾ പി കെ നവാസ് വ്യക്തമാക്കിയിരിക്കുകയാണ്. നമുക്ക് ഭാരവാഹികളോട് തന്നെ ചോദിക്കാം. കാരണം ഒരു സമുദായത്തിനുള്ളിൽ ഇരുട്ടാക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ വരുമ്പോൾ നമ്മൾ ആ കാര്യങ്ങളിൽ തിരുത്തി തന്നെ പോകും.